ECGST TDL യൂസ് ചെയ്തുകൊണ്ട് GST സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യുന്ന 2A എക്സൽ ടാലിയിലേക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ഇമ്പോർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത 2A എക്സൽ ഈ ഫോൾഡറിലാണ് ഞാൻ സേവ് ചെയ്തിരിക്കുന്നത്. ഈ എക്സലിൽ കുറച്ച് എഡിറ്റിംഗ് ഉണ്ട്. എക്സൽ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിൽ ബ്ലാങ്കും പിന്നെ ഡബിളായി കിടക്കുന്നത് നമുക്ക് കാണാം. അതിൽ ബ്ലാങ്കും ഡബിളിങ്ങും നമ്മൾ ഫിൽട്ടർ ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്ത് കളയണം. അതിനായിട്ട് ആദ്യം തന്നെ എക്സൽ ഫുള്ളായിട്ട് സെലക്ട് ചെയ്യുക. ഫുള്ളായി സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിൽ മെർജ് ആൻഡ് സെന്റർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഹെഡിങ് 6 മുതൽ താഴേക്ക് ഫുള്ളായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഫുള്ളായി സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിൽ സോർട്ട് ആൻഡ് ഫിൽട്ടർ എന്നുള്ള ഓപ്ഷൻ കാണും. അതിൽ സോർട്ട് ആൻഡ് ഫിൽട്ടർ എടുത്തതിന് ശേഷം ഫിൽട്ടർ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഫിൽട്ടർ എന്നുള്ള ഓപ്ഷൻ കൊടുത്തതിന് ശേഷം GST നമ്പറിൻ്റെ അവിടെ ഫിൽട്ടർ ചെയ്യുക. അതിൽ സെലക്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ അൺടിക്ക് ചെയ്യുക. താഴേക്ക് വരുമ്പോൾ ബ്ലാങ്ക് എന്നുള്ള ഓപ്ഷൻ കാണും. അത് ടിക്ക് ചെയ്ത് കൊടുത്ത് ഓക്കെ കൊടുക്കുക. അപ്പം ബ്ലൂ കളറിൽ നമ്പേഴ്സ് ഫിൽട്ടർ ആയി എടുക്കുന്നത് കാണാം. അത് മുഴുവനായിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കണം. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തതിന് ശേഷം GST നമ്പർ ഫിൽട്ടർ ചെയ്തത് അൺഫിൽട്ടർ ചെയ്യുക. സെലക്ട് ഓൾ കൊടുക്കുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. അതിനുശേഷം ഇനി ഡബിളിംഗ് ആയി കിടക്കുന്നത് ഈ ടോട്ടൽ ഇൻവോയ്സ് നമ്പറിൽ ഈ ടോട്ടൽ എന്നുള്ള ഈ ഭാഗം കണ്ടോ, അതാണ് കിടക്കുന്നത്. അത് ഫിൽട്ടർ ചെയ്തതിന് ശേഷം ടെക്സ്റ്റ് ഫിൽട്ടർ കൊടുക്കുക. അതിൽ കണ്ടെയ്ൻസ് എടുക്കുക. അതിൽ ടോട്ടൽ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ ഡബിളിംഗ് ആയിട്ടുള്ളത് മുഴുവൻ സെലക്ട് ആവും. അത് ഫുള്ള് സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നേരത്തെ ചെയ്തതുപോലെ ഡിലീറ്റ് കൊടുക്കുക. ഡിലീറ്റ് കൊടുത്തതിന് ശേഷം ഇൻവോയ്സ് നമ്പർ ഫിൽട്രേഷൻ കളയുക. സെലക്ട് ഓൾ കൊടുത്ത് ഓക്കെ കൊടുക്കുക. ഇപ്പം നമ്മുടെ എക്സൽ ഓക്കെ ആയിട്ടുണ്ട്. ഇനി എക്സൽ സേവ് ചെയ്ത് ക്ലോസ് ചെയ്യുക. എക്സലിൽ ഇത്രയാണ് എഡിറ്റിംഗ് വരുന്നത്. ഇനി എങ്ങനെയാണ് ടാലിയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത് നോക്കാം. ടാലി ഓപ്പൺ ചെയ്യുക. ഏതാ കമ്പനി എന്ന് വെച്ചാൽ ആ കമ്പനി ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ TDയിൽ റൈറ്റ് സൈഡിൽ ലോഡ് ചെയ്തിട്ടുണ്ടാവും ECGST എന്നുള്ള ഓപ്ഷൻ. അതെടുക്കുക. അതിൽ GSTR ഇൻ്റഗ്രേഷൻ എന്നുള്ള രണ്ടാമത്തെ ഓപ്ഷൻ എടുത്തതിന് ശേഷം പർച്ചേസ് എടുക്കുക. പർച്ചേസ് എടുത്തതിന് ശേഷം റൈറ്റ് സൈഡിൽ മുകളിൽ സെറ്റ് അക്കൗണ്ട്സ് എന്നുള്ള ഓപ്ഷൻ കാണാം. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. കോമൺ ആയി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ റേറ്റ് എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് 0% കൊടുക്കുക. അതിൽ ലോക്കൽ പർച്ചേസ് അക്കൗണ്ട് ലെഡ്ജർ ഏതാണെങ്കിൽ ടാഗ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇന്റർ പർച്ചേസ് അക്കൗണ്ട് IGST, CGST, SGST, സെസ് ഇത്ര ലെഡ്ജറുകൾ ടാഗ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ റേറ്റിനും ഇതുപോലെ ലെഡ്ജർ ടാഗ് ചെയ്ത് കൊടുക്കുക. 5%, 12, 18, 28 എല്ലാത്തിനും ഇതുപോലെ തന്നെ ലെഡ്ജറുകൾ ടാഗ് ചെയ്ത് കൊടുക്കണം. ഇവിടെ എല്ലാ റേറ്റും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ എല്ലാ ലെഡ്ജറുകളും ടാഗ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെയാണ് കോമൺ ടാക്സ് ലെഡ്ജറിന്റെ